പാലക്കാട് അവസാന ലാപ്പിൽ മുന്നിലെത്താൻ മുന്നണികളുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. UDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ഒലവക്കോട് തുടങ്ങി സ്റ്റേഡിയം റോഡിൽ അവസാനിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനും അടക്കമുള്ള നേതാക്കൾ മണ്ഡലത്തിൽ സജീവമാണ്. നൃപൻ ചേരുന്നു. നൃപൻ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറി അടിച്ചു എന്ന മട്ടിലുള്ള പ്രചാരണത്തിലാണിപ്പോൾ ഉള്ളത്. സന്ദീപ് വാര്യരെ കിട്ടിയപ്പോഴെല്ലാമായി എന്നുള്ള ചിന്തയിലേക്ക് അവർ എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ അണികൾ ഈ വിഷയത്തെ കാണുന്നത്? തീർച്ചയായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് UDFൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആസ്ഥാനത്തിന് മുന്നിലാണ്. അവിടെ UDFൻ്റെ പ്രവർത്തകർ വിവിധ ജില്ലകളിൽ നിന്ന്, സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചുമതല വഹിച്ചിരുന്ന എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലുണ്ട്. അവസാനഘട്ട വിലയിരുത്തലിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. K സുധാകരൻ അടക്കമുള്ള നേതാക്കൾ പാലക്കാട് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ അവസാനത്തെ റോഡ് ഷോ 2 മണിക്ക് അത് വിപുലമായി പ്ലാൻ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അത് ഉലവക്കോട് നിന്ന് ആരംഭിച്ച് KSRTC സ്റ്റാൻഡിലേക്ക് വരുന്ന, സ്റ്റേഡിയത്തിലേക്ക് വരുന്ന ഭാഗത്തായിരിക്കും ഈ റോഡ് ഷോ അവസാനിക്കുക. നേരത്തെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ അവസാന ലാപ്പിലും വിവാദങ്ങൾ സജീവമായി തന്നെ UDFനെ ഉലയ്ക്കുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് ആരംഭിച്ച് രണ്ടാമത് കള്ളപ്പണ വിവാദമുണ്ടാകുന്നു. അതിനൊക്കെ ശേഷമാണ് അവസാനം തെരഞ്ഞെടുപ്പിന് 4 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ RSSൻ്റെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, RSSൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയായിട്ടുള്ള സന്ദീപ് വാര്യരെ UDFിലേക്ക്, BJPയിൽ നിന്ന് UDFിലേക്ക് എത്തിച്ചത്. അതിൽ മറുപടി പറയേണ്ട ഗതികേടിലാണ് അവസാന ലാപ്പിലും UDFും പ്രത്യേകിച്ച് കോൺഗ്രസും. പക്ഷേ ഇതൊന്നും തിരിച്ചടിയാകില്ല. BJPയുടെ, പ്രത്യേകിച്ച് നഗരസഭയിൽ BJPയുടെ സ്വാധീനമുള്ള ഒരാളാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് അവിടെ നിന്ന് വോട്ട്, BJPയിൽ നിന്ന് വോട്ട് UDFിലേക്ക് വരും എന്ന പ്രതീക്ഷയാണ് UDF നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ UDFിൻ്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം ഈ നീക്കത്തിന് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി ഇപ്പോഴും തുടരുന്നു. പല നേതാക്കളും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. K മുരളീധരനെ പോലുള്ള നേതാക്കൾ മാത്രമാണ് ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ മുൻ KPCC അധ്യക്ഷന്മാരൊക്കെ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധത്തിലാണ്. അവരുടെ അതൃപ്തി പലതരത്തിൽ പാർട്ടിയുടെ ഇന്റേണൽ ഫോറങ്ങളിലും ഒപ്പം തന്നെ വ്യക്തിപരമായൊക്കെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം നീക്കങ്ങളിലൊക്കെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഷാഫി പറമ്പിൽ കോക്കസാണ്. ആ കോക്കസിനെതിരെയുള്ള വികാരമാണ്. ഏകപക്ഷീയമായി ആ കോക്കസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അവർ പാർട്ടിക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് പ്രതിസന്ധിക്കുള്ളിലും പാലക്കാട് തങ്ങൾ വിജയിക്കുമെന്നതാണ്. അതിൻ്റെ വിശ്വാസത്തിലാണ് AICC നേതൃത്വം മുന്നോട്ട് പോകുന്നത്. മറ്റൊരു തരത്തിലൊരു തിരിച്ചടി നേരിടുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ, KPCCയിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമാണ്. തെരഞ്ഞെടുപ്പ് വളരെ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തു. ഗ്രൗണ്ട് ലെവൽ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അതുകൊണ്ട് അതിൻ്റെ ആത്മവിശ്വാസമൊക്കെ UDFനുണ്ട് എന്നതാണ് VD സതീശനുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇന്ന് വിപുലമായ ഒരുക്കങ്ങളാണ് UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ റോഡ് ഷോയ്ക്ക് വേണ്ടി തയ്യാറാകുന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൃപനാണ് വിവരങ്ങൾ നൽകിയത്.